ജന്മാദ്യസ്ഥേതുന്നയാദിതരതച്ചാർത്തേഷ്വിജ്ഞസ്വരാട്ടേനേ ബ്രഹ്മകൃതായ ആദികവേ മുഹ്യന്തി യത്സൂരയ തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര തിതർഗോമുഷാദാംനാസേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. നമസ്കാരം. സനാതന ധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തവർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ 2-ാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം. നാരദൻ്റെ പരീക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ശുഗമഹർഷി മറുപടി പറയുകയാണ്. ഭഗവാന്റെ ഈ ലോകത്തിൻ്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾക്കനുസരിച്ച് ഉത്തരം കിട്ടാനുള്ള ചോദ്യമാണ് പരീക്ഷിത്ത് ചോദിച്ചത്. അതിന് ഉത്തരം പറയുകയാണ്. ബ്രഹ്മദേവൻ്റെ തപസ്സാണ് ആദ്യത്തെ ആരംഭം. ലോകം ഉണ്ടാക്കാൻ ഏറ്റവും ആദ്യം എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാവിൻ്റെ തപസ്. ആ തപസ്സിന് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ് ഈശ്വരൻ നടത്തുക എന്ന് ബ്രഹ്മദേവൻ വല്ലാതെ പരിഭ്രമിച്ചു. ഒരാശയവും കിട്ടണില്ല. എന്തൊക്കെ വേണം ഇതിൽ കൽപ്പനകൾ, എങ്ങനെയൊക്കെ സൃഷ്ടിക്കണം എന്ന് അറിയാതെ അദ്ദേഹം തപസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ആദിദേവോ ജഗതാം പരോഗുരു സ്വദിഷ്ണ്യമാശ്രായ ശുശ്രൂക്ഷത. തൻ്റെ സ്ഥാനം, സ്വദിഷ്ണ്യം സ്ഥാനം, ആ സ്ഥാനത്തിരുന്ന് സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചു. ശുശ്രൂക്ഷത ഒരു വിധത്തിലുള്ള അറിവും കിട്ടാതെ കണ്ട് അദ്ദേഹം പരിഭ്രമിച്ചപ്പോഴാണ് 16 വാക്കുകൾ ത എന്നും പ എന്നും അക്ഷരമാലാ ക്രമത്തിൽ കണക്കാക്കുമ്പോൾ ത എന്ന് 16-ാമത്തെ, പ എന്ന് 21-ാമത്തെയാണ്. അതാണ് 16 വളച്ചു കെട്ടി പറയണോ തപാ എന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ കാവ്യങ്ങളൊക്കെ അങ്ങനെയാണ്. അത് കേട്ടപ്പോൾ തപസ് ചെയ്യുകയാണ് ബ്രഹ്മാവ്. ഇനി അടുത്ത സ്റ്റെപ്പ്, അപ്പോഴാണ് സൃഷ്ടിക്കാനുള്ള അറിവ് ഭഗവാൻ നൽകിയത് എന്നാണ് പറഞ്ഞത്. എങ്ങനെ ബ്രഹ്മാവിന് അറിവ് കിട്ടി എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് പിന്നെ അറിവ് എങ്ങനെ ഭഗവാൻ കൊടുത്തു എന്ന് പറയുകയാണ്. അപ്പം അതിൻ്റെ പശ്ചാത്തലമാണ് ആദ്യം പറയണത് എന്നർത്ഥം. ബ്രഹ്മാവിന് ഭഗവാൻ പ്രത്യക്ഷപ്പെടാനുണ്ടായിട്ടുള്ള പശ്ചാത്തലമാണ് ഇവിടെ പറഞ്ഞത്. നിശമ്യ തത് വക്തൃദിക്ഷയാ ദിശോ വിലോക്യ തത്ര അന്യതപശ്യമാന സ്വധിഷ്ണ്യമാസ്ഥായ വിമൃശ്യ തത് ഇദം തപസ്യുപാദിഷ്ടൈവാദദേമന. തത് വക്തൃദിദൃക്ഷയാ, വക്തൃ എന്നാണ് വക്ത്രം മുഖം, വക്തൃമുഖത്തിൽ നിന്ന് കേട്ടതായ, വക്ത്രത്തിൽ നിന്ന് നിശമ്യ കേട്ടിട്ട്, തത് വക്തൃദിദൃക്ഷയാ നിശമ്യ. ഏത് മുഖം? അശരീരി. ആരാണ് പറഞ്ഞത് എന്ന് അറിയില്ലല്ലോ, അതാണ് അശരീരി. ആ കേട്ട വാക്കുകൾ കേട്ടിട്ട്, അപ്പോൾ ഉണ്ടായ വാക്കുകൾ കേട്ടിട്ട് ബ്രഹ്മദേവൻ തെരഞ്ഞു എവിടുന്നാണ് ഈ തപ എന്ന വാക്യം ഉണ്ടായത്. അതിനുവേണ്ടി തെരഞ്ഞു എവിടുന്നാണ് താൻ കേട്ടത് എന്ന് തന്നെ തിരയുകയാണ്. വിലോക്യ തത്രാനി അതവശ്യമാന. നോക്കിയിട്ടും കണ്ടില്ല, പറഞ്ഞ ആളെ കണ്ടില്ല. വിലോക്യ നോക്കിയിട്ട്, അന്യത് ഒന്നിനെയും, അപശ്യമാന കാണാത്തത് കൊണ്ട്. പശ്യ കാണുക, അപശ്യ കാണാത്തത് കൊണ്ട്. ചിലപ്പോൾ അപശ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നുള്ള നിലയ്ക്കും പറയൂട്ടോ. സംസ്കൃതത്തിൽ ചില ക്രിയകൾ അങ്ങനെയാണ്. ആ എന്ന് കൂട്ടിയാൽ എല്ലായിടത്തും വിപരീതമാവില്ല. എല്ലായിടത്തും ആ കൂട്ടിയ വിപരീതമാവില്ല. ചില ദിക്കിലേ ആവുള്ളൂ. പശ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ട് എന്നല്ലേ, അപശ്യൻ എന്ന് പറഞ്ഞാലും കണ്ടിട്ടാണ്. അവിടെ വിപരീതമാക്കില്ല. ചില ക്രിയകൾ സംസ്കൃതത്തിൽ അങ്ങനെയുണ്ട്. ആ കൂട്ടിയാലും അത് അങ്ങനെ തന്നെ വരിക അർത്ഥം. ഇവിടെ അപശ്യമാന, ഇവിടെ വിപരീതമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ വിപരീതമാണ്. അപശ്യമാന കാണാത്തതായിട്ട്, കണ്ടിട്ടല്ല. ഇവിടെ അങ്ങനെ ആണെന്നു ഓരോ സന്ദർഭത്തിലാണ്. ചിലപ്പോൾ വിപരീതമാവും, ചിലപ്പോൾ വിപരീതമല്ല. അപശ്യൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടെന്നും വരും ചിലപ്പോൾ. ഇവിടെ അപശ്യൻ കാണാതെ എന്നാണ് അർത്ഥം. ഒന്നും കണ്ടില്ല, എവിടുന്ന് ഈ ശബ്ദം ഉണ്ടായി എന്ന് കണ്ടില്ല. സ്വധിഷ്ണ്യം, അവസാനം തൻ്റെ സ്ഥാനത്തെ അധിവസിച്ചിട്ട്, താമരപ്പൂവിലാണ് ഇരിക്കുന്നത്,
വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നുണ്ടായിട്ടുള്ള താമരപ്പൂവായിട്ടുള്ള ആസ്ഥാനത്തിൽ തന്നെ വസിച്ചിട്ട് ഈ ശബ്ദമുണ്ടായത് എവിടുന്നാണ് എന്നറിയാൻ എന്ത് ചെയ്തു? തപസ് അനുഷ്ഠിച്ചു. ഈ ഈശ്വരനെ ചുറ്റുപാടും ഓടിയത് കൊണ്ടൊരിക്കലും കിട്ടില്ല. ദയവ് ചെയ്തിട്ട് ഈ ഭാഗവതം അഭ്യസിക്കുന്നവരത് മനസ്സിലാക്കണം. വളരെ നിർബന്ധമാണത്. എവിടെയാണ് ഈശ്വരൻ? നമ്മുടെ ഉള്ളിൽ. സംശയിക്കാനൊന്നുമില്ല. അത് ബോധ്യമാവാണ്ട് ഞാൻ അവിടെ പോയി ഇവിടെ പോയി എല്ലാ ദിക്കിലും പോയിട്ടുണ്ട്, ഇതിൽ ഒന്നും കിട്ടാൻ പോണില്ല. തപസ് കൊണ്ടും ധ്യാനം കൊണ്ടും ഇപ്പം നോക്കിക്കോളൂ, വ്യാസാദികളും മഹർഷിമാരും വാൽമീകിയും ഒക്കെ ഓടി നടന്നവരാണോ? ഇത്രയും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള അവർ ഓടി നടന്നവരല്ല. ബ്രഹ്മാവ് ഓടി നടന്ന ആളല്ല. ഈശ്വരനെ കണ്ട ആളാണ് ബ്രഹ്മാവ്. കണ്ട ആൾക്കാരിൽ ഒരാളാണ് ബ്രഹ്മാവ്. പറയുന്നുണ്ട്, കണ്ടു, വൈകുണ്ഠം കണ്ടു. എങ്ങനെ കണ്ടു? ഓടിയിട്ടല്ല. അതുകൊണ്ട് ദൈവാനുഭവം ഓട്ടത്തിലല്ല നിൽക്കുന്നത്. ഇത് ആദ്യം ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് നമുക്ക്. കാരണം ഇപ്പോൾ ഒരുപാട് തീർത്ഥയാത്ര പ്രസ്ഥാനങ്ങൾ കലിയുഗത്തിൽ ആഭാസമായിട്ട് നടക്കണം. ആ ബസ് പിടിക്കണം, 3500 റുപ്യ എന്നത് കിലൊക്കെ കൊണ്ട് എന്തായി പോയിട്ട് എന്തായി? കാശ് കുറച്ച് ചിലവായി, അവനവൻ്റെ ദിനചര്യയൊക്കെ തെറ്റി, അത്യാവശ്യ അസുഖങ്ങളും കൊണ്ടുവന്നു. വയറിനാവാം, വേറെ എന്തെങ്കിലും ആവാം, ക്ഷീണമാവാം. എന്താ കൂട്ടരെ, ഇതുകൊണ്ടൊന്നും നേടാനില്ല എന്ന് ഭാഗവതം പല ദിക്കിൽ പറയണു. രാമായണവും പറയേണ്ട തീർത്ഥസ്നാനാദികൾ ഒന്നുകൊണ്ടും കണ്ടു കിട്ടുകയില്ലെന്നെ ഭക്തി കൊണ്ടൊഴിഞ്ഞ്. എവിടെ പറയാത്ത? ശ്രദ്ധിച്ച് നോക്കിയാൽ അതിലൊക്കെ കാണാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു, സധിഷ്ണ്യമാസ്തായ, തൻ്റെ സ്ഥാനത്ത് ഇരുന്നിട്ടാണ് ഈശ്വരനെ കണ്ടെത്തേണ്ടത്. അതിന് പഠിക്കണം. അതിന് പഠിക്കാനാണ് ഭാഗവതം, ഗീതാദി ശാസ്ത്രങ്ങൾ. ഇരുന്നിട്ട് ഈശ്വരനെ കണ്ടെത്തുക എത്ര എളുപ്പം ആലോചിച്ചു. ശരിക്കും അതാണ് എളുപ്പം. പൈസ ചിലവില്ല, അധ്വാനമില്ല, ദൂരെ പോയിട്ട് നമ്മുടെ ദിനചര്യകളെ തെറ്റിക്കേണ്ട. സ്വതിഷ്ണ്യമാസ്ഥായ വിമൃശ്യതദ്ഹിതം. എന്താണ് പറയുന്നത്? താപ എന്നാണ് പറഞ്ഞത്. തപസ് ചെയ്യൂ. ആ ഹിതം മനസ്സിലാക്കി തപസ് ചെയ്യാനാണ് പറഞ്ഞത്. തപ എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുക. സെക്കൻഡ് പേഴ്സണോട് പറയുന്നതാണ് തപ. അദ്ദേഹം തപസ് ചെയ്തു. തപസ്യുപാദിഷ്ട ഇവാദതേ മന, മനസ്സുകൊണ്ട് ഈശ്വരനെ കിട്ടാൻ തപസ് ചെയ്തു. അതുതന്നെയാണ് ഭഗവാനെ കിട്ടാൻ വേണ്ടത്. അല്ലാണ്ട് ഇന്നും കിട്ടില്ല. അപ്പോൾ ഭാഗവതം പഠിക്കണവരത് മനസ്സിലാക്കുക തന്നെ വേണം. ഭാഗവതമായാലും ഗീതയായാലും ശാസ്ത്രം ശരിക്കും പഠിച്ചു എന്ന് പറയാൻ നമുക്ക് എപ്പോഴാണ് സാധിക്കുക? ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് എന്ന ആ ബോധം നമ്മൾ ഉൾക്കൊള്ളുക. അത്രയേ ഉള്ളൂ. മറ്റത് പല കാരണങ്ങൾക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരണമെന്നേ ഉള്ളൂ. ഇപ്പോൾ സമൂഹത്തിൽ ജീവിക്കുകയാണ്, ഒന്ന് പോകേണ്ടി വന്നു എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യണത് നമ്മൾ ചെയ്യണമെന്നതിന് അപ്പുറം അതിലൊന്നും ഈശ്വരനൊന്നും എടുത്തു വെച്ചിട്ടൊന്നുമില്ല. ആ ഒരു അറിവ് നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഭാഗവതത്തിലും ഇത് ഏതെങ്കിലും ശാസ്ത്രം ശരിക്കും പഠിക്കുന്നവർക്ക് ആ ബോധം ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഓടരുത്. ഇരുന്നിട്ട് കിട്ടേണ്ടതാണ് ദൈവാധീനം, ഓടി കിട്ടേണ്ടതല്ല. അങ്ങനെ തപസ്സുപാദിഷ്ട ഇവാദതേ മന, ഇരുന്ന് അങ്ങോട്ട് തപസ് ചെയ്തു. കിട്ടും ചെയ്തു. ഓടിയിട്ടാർക്കെങ്കിലും ഇന്നവരെ കിട്ടിയിട്ടുണ്ടോ? നീ എങ്ങനെ തപസ് ചെയ്തു? ദിവ്യം സഹസ്രാബ്ദമോക ദർശനോ ജിതാനിലാത്മാഭിജിതോ ഭയേന്ദ്രിയ അതപ്യതസ്മാഖിലോകതാപനം തപത്തപീയാൻ തപതാം സമാഹിത. അമോഘ ദർശന, സഫലമായിരിക്കുന്ന കാഴ്ച ഉള്ളവൻ ബ്രഹ്മാവിനെ പറയണം. സമാഹിത, സാവധാനം ശ്രദ്ധയോടുകൂടി. സാവധാനം മെല്ലെ എന്നുള്ള അർത്ഥമല്ല. നമ്മളങ്ങനെ പറയാം, അവൻ ഒരു സാവധാനക്കാരനാണ് പറഞ്ഞാൽ അമാന്തക്കാരനാണ്, അതല്ല. അവധാനം എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടിയ.
സാവധാനനും തപസ്സിൽ ജിതാനിലാത്മ വായുവിൻ്റെ സഞ്ചാരത്തെ ജയിച്ചവനും. ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ ജയിക്കും തപസ്സുകൊണ്ട് എന്നാണ്. അങ്ങനെ ആയി തീർന്നിട്ട് വിജിതേ ഉഭയേന്ദ്രിയ, രണ്ടുവിധ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ചു. രണ്ടുവിധ ഇന്ദ്രിയങ്ങളെയും ജയിച്ചിട്ട്, ഏതാ രണ്ടുവിധ ഇന്ദ്രിയങ്ങളെന്ന് പറയാൻ കാരണം ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. കയ്യേ കാല കണ്ണ്, പയ്യേ കാല വാക്ക് പായു ഉപസ്ഥം, രണ്ട് ജനേന്ദ്രിയങ്ങളടക്കം കയ്യേ കാല വാക്ക്, അതിനെയാണ് നമ്മൾ കർമ്മേന്ദ്രിയം എന്ന് പറയുക. അപ്പോൾ ഏതാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, ത്വക്ക്, നാക്ക്, ചെവി. ഉഭയേന്ദ്രിയങ്ങൾ രണ്ട് ഗ്രൂപ്പാക്കിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വിജിത ഉഭയേന്ദ്രിയ, ഉഭയം രണ്ട്, ജയിച്ചിട്ട് അതപ്യതത്മാഖില ലോകതാപനം, ഉപസംഹരിച്ച് തപസ് ചെയ്ത് സകല ലോകങ്ങളെയും തൻ്റെ ഹൃദയത്തിൽ കാണാം. പിന്നെ എന്തിനാ ഓടണം? തപസ് കൊണ്ട് നമ്മൾ ഉയർന്നാൽ ഈശ്വരനെ കാണാം. ഈശ്വരനിൽ 14 ലോകം ഇല്ലേ? 14 ലോകം ആരിലുണ്ട്? ഈശ്വരനിലുണ്ട്. അപ്പം ആ ഈശ്വരനെ കാണാൻ കഴിഞ്ഞാൽ പിന്നെ ലോകം നമ്മുടെ ഉള്ളിലാണ്. നമ്മളെന്തിനാണ് ഓടണത്? ആവശ്യമുണ്ടോ? ആ 14 ലോകങ്ങളെയും അടങ്ങിയ ഭഗവാനെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അത് തന്നെയാണല്ലോ 14 ലോകം. ഈ ഒരു ബോധമാണ് വരുന്നില്ലേ ആൾക്കാർക്ക്? അതാ എൻ്റെ കാവ്, എൻ്റെ ഈശ്വരൻ, എൻ്റെ അമ്പലം, എൻ്റെ തട്ടകം, എൻ്റെ പരദേവത ഇരുന്നോട്ടെ, പരദേവതയൊക്കെ വേണം. ഇങ്ങനെയാണ് പോവുകയാണ് ഈ ദ്വൈതം. അത്രത്തോളം ഡിസ്ട്രാക്ഷൻ നമ്മുടെ നിഷ്ഠയ്ക്ക് വരുന്നതാണ് ശരിക്കുള്ള തപസ്സുകൾ പറയണത്. ഒന്നും വേണ്ട, എൻ്റേതായിക്കോട്ടെ, വേറൊന്നും അങ്ങനെയൊന്നുമില്ല. അതപ്യതത്മാഖില ലോകതാപനം തപത്തബീയാം തപതാം സമാഹിത. ആ തപസ്സുകൊണ്ട് അനുഷ്ഠിച്ച് എത്ര കാലം? വളരെ കാലം, സഹസ്രാബ്ദം, ആയിരക്കണക്കിന് വർഷം തപസ് അനുഷ്ഠിച്ചു. ദിവ്യം സഹസ്രാബ്ദമോഘ ദർശനോ, ഈശ്വരദർശനം ഉള്ളിലുണ്ടായി. ജിതാനിലാത്മാ, വായുവിനെ ജയിച്ചു. വിജിതോപയേന്ദ്രിയ അതപ്യതസ്മാഖില ലോക താപനം തപത്തബീയം തപതാം സമാഹിത. തപശക്തി കൊണ്ട് സമാഹരിക്കപ്പെട്ട ആ ശക്തി കൊണ്ട് ഈശ്വരസാക്ഷാത്കാരം ഉണ്ടായി. അതുകൊണ്ടേ ഉണ്ടാവൂ. തസ്മൈ സ്വലോകം ഭഗവാൻ സഭാചിതസന്ദർശയമാസപരം നയത്പരം പിപേത സംക്ലേശ വിമോഹസം സ്വദൃഷ്ടവദ്ഭിർവിബുധേരഭിഷ്ടുതം. ഭഗവാൻ വൈകുണ്ഠം ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്തു. സ്വലോകം, ഭഗവാന്റെ ലോകം. ഭഗവാൻ സ്വലോകം തസ്മൈ സഭാചിത, ഭഗവാൻ തൻ്റെ ലോകം ആ ബ്രഹ്മാവിന് ദർശനമായിട്ട് കൊടുത്തു. ഇതാണ് എൻ്റെ ലോകം, നീ കണ്ടുകൊള്ളുക. തസ്മൈ സ്വലോകം ഭഗവാൻ തദച്ച, ഭഗവാൻ തസ്മൈ സ്വലോകം സഭാചിത സന്ദർശയാമാസ, കാണിച്ചു കൊടുത്തു. പരന്നയത്പരം ജപേത സംക്ലേശ വിമോഹസം തദുഷ്ടവദ്ഭിർബുധേരഭിഷ്ടുതം. എങ്ങനത്തേതാണ് അത്? പരം, ഉത്കൃഷ്ടമായതും മായാബന്ധമില്ലാത്തത്. അതിനേക്കാൾ ഉത്കൃഷ്ടമായത് വേറൊന്നില്ല. അങ്ങനത്തേതും അതിനേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ളൊന്നില്ലാത്ത അങ്ങനെയുള്ളതുമായ എല്ലാ ദുഃഖങ്ങളും ഇല്ലാത്തതും ഇല്ലാണ്ടാക്കുന്നതും. അത് കണ്ടാൽ പിന്നെ ദുഃഖം ഉണ്ടാവില്ല. ആയ സ്വലോകം കാണിച്ചു കൊടുത്തു. വിശേഷണമാണ്. എങ്ങനത്തെ ലോകമാണ് കാണിച്ചു കൊടുത്തത്? വ്യപേത സംക്ലേശ വിമോഹ സദ്വസം, ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാക്കുന്നതും അതേപോലെ മറ്റൊന്നില്ലാത്തതും ആയ സ്വലോകം തസ്മൈ ദർശയൻ, ബ്രഹ്മാവിനായിക്കൊണ്ട് കാണിച്ചു കൊടുത്തു. സ്വദൃഷ്ടവദ്ഭി, കാണിച്ചു കൊടുത്തു. സ്വലോകം സന്ദർശയാമാസ, അത് വൈകുണ്ഠ ദർശനം ഉണ്ടായി. പിന്നെന്താണ്? സ്വദൃഷ്ടവദ്ഭി, ഒരുപാട് ആളുകൾ സ്തുതിക്കുന്നതുമായ അഭിഷ്ടുതം. ലോകത്തെ എല്ലാവരും വൈകുണ്ഠത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. മഹർഷിമാരും ജ്ഞാനികളൊക്കെ അങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന
വൈകുണ്ഠത്തെയാണ് ഭഗവാൻ ബ്രഹ്മാവിനെ കാണിച്ചു കൊടുത്തത്. ഇതിനെ വർണ്ണിക്കുകയാണ്. പ്രവർത്തതേ എത്ര രജസ്തമത്തയോ സത്വഞ്ചമിശ്രന്ന ജകാല വിക്രമ നയത്രമായ കിമുദാപരേ ഹരേരനുവ്രത എത്ര സുരാസുരാർച്ചിത. യാതൊന്നിൽ രജസ്സും തമസ്സും ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേക സത്വഗുണമാണ്. തയോ അവയിൽ മിശ്രം ചേർന്നതായ സത്വവും കാലവിക്രമ കാലത്തിൻ്റെ പരാക്രമവും മായയും ന പ്രവർത്തതേ പ്രവർത്തിക്കുന്നില്ല. കാലത്തിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പഴക്കം, വയസ്സ്, ജരാനര, മാറ്റം, ഇതൊക്കെ കാലത്തിൻ്റെ വിക്രിയകളാണ്. മാറും ചിലത് ഇല്ലേ, ചിലത് പഴകും, എന്തെങ്കിലുമൊക്കെ വ്യത്യാസം കാലം പോകുന്നതിനനുസരിച്ച് വരിക എന്നതാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല, വൈകുണ്ഠത്തിലില്ല. രജസ് ഗുണം തമോ ഗുണം ഇല്ല. പ്രവർത്തതേ എത്ര രജത്തമത്തയോ സത്വഞ്ചമിശ്രം ന എന്നുള്ളതിനൊക്കെ ചേർക്കണം. രജസ്തമസ്തയോ ന അതിനൊക്കെ ഉള്ളതാട്ടോ. രജസ്സും തമസ്സും ഇല്ല. സത്വഞ്ചമിശ്രന്ന ജകാല വിക്രമ മിശ്രമായിരിക്കുന്ന സത്വഗുണമില്ല, പരിപൂർണ സത്വഗുണമേ ഉള്ളൂ. കലർപ്പില്ലാത്ത സത്വഗുണം എന്നർത്ഥം. മിശ്രമല്ല, മിശ്രമായ സത്വഗുണമല്ല, കലർപ്പില്ലാത്തതായ സത്വഗുണം എവിടെയുണ്ടോ. എത്ര മായാക്കിമുദാപരേ മായ എന്നത് എവിടെ ചെന്നെത്തുന്നില്ലയോ. ഇവിടെ മായയില്ല അത്രേ, വൈകുണ്ഠത്തിൽ മായയില്ല. എത്ര മായാക്കിമുദാപരേ ഹരേരനുവ്രത എത്ര സുരാസുരാർച്ചിത. സുരന്മാരും അസുരന്മാരും ഇതിനെ പൂജിക്കപ്പെടുന്നു. അനുവ്രത എത്ര സുരാസുരാർച്ചിത യസ്യാം തന്ന വിദുസുര ആസുരഗണ. സുരന്മാരും അസുരന്മാരും പൂജിക്കുന്നു. അസുരന്മാർ പൂജിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ബാണൻ, മഹാബലി, പ്രഹ്ലാദൻ ഒക്കെ അസുരന്മാരല്ലേ. ത്രിപുരന്മാർ ശിവനെ ഭജിച്ചു. അപ്പോൾ അവരും ദേവന്മാരെ ചിലപ്പോൾ ഭജിക്കും. കാരണം സുരാസുര അർച്ചിത, സുരന്മാരാലും അസുരന്മാരാലും അർച്ചിക്കപ്പെട്ടു. അങ്ങനെയുള്ള വൈകുണ്ഠം എന്നാണ്. പ്രവർത്തതേ എത്ര രജസ്തമസ്തയോ രജസ്തമസ്സില്ലാത്തതും സത്വഞ്ചമിശ്രന്ന ജകാല വിക്രമ കലർപ്പില്ലാത്ത സത്വഗുണം എവിടെയുണ്ടോ അങ്ങനെയുള്ളതും. നയത്ര മായാക്കിമുദാപരേ ഹരേ മായ പ്രവർത്തിക്കാത്തതായ മായയുടെ അപ്പുറത്ത് നിൽക്കുന്ന അനുവ്രത എത്ര സുരാസുരാർച്ചിത സുരന്മാരും അസുരന്മാരും പൂജിക്കപ്പെടുന്ന ആ ഒരു വൈകുണ്ഠത്തെ കണ്ടു. വിഷ്ണു പാർഷദന്മാർ അവിടെ വിഹരിക്കുന്നും ഉണ്ട്. അനുവ്രത ഹരേ അനുവ്രത വിഹരന്തി വിഹരിക്കുന്നു. നയത്രമായ കിമുദാപരേ ഹരേ അനുവ്രത എത്ര സുരാസുരാർച്ചിത വിഹരന്തി ക്രീഡിക്കുന്നു. ഞാൻ വിവരിക്കണം, വൈകുണ്ഠത്തെ വർണ്ണിക്കണം. ശ്യാമാപത ശതപത്രലോചന പിശങ്കവത്ര സുരജസുപേശസ നീലമേഘശ്യാമള നിറത്തോടു കൂടിയതും താമരപ്പൂവിൻ്റെ എതൾ പോലെയുള്ള കണ്ണുകളോട് കൂടിയതും പിശങ്കവസ്ത്ര മഞ്ഞപ്പട്ട് ഉടുത്തിട്ടുള്ളതും സുരുജസുപേശസ മനോഹരമായിട്ടുള്ള ഭംഗിയുള്ളവർ, സുപേശസ സുരുജ ഭംഗിയുള്ളവർ. സർവേ ചതുർബാഹവൊക്കെ കയ്യന്മാരാണ്, 4 കൈയുള്ളവരാണ്. ഉന്മിഷന്മണി പ്രവേക നിഷ്കാഭരണാസു വർച്ചസ അനവധി ഉള്ള ശോഭ ഉള്ളതായ ആഭരണങ്ങൾ, ലോക്കറ്റ്, പതക്കം മുതലായിട്ടതൊക്കെ കയ്യിൽ കഴുത്തിൽ ധരിച്ചിട്ടുള്ളവരും. പ്രവേക നിഷ്കാഭരണാസു വർച്ചസ മിന്നിത്തിളങ്ങുന്നതായിട്ടുള്ള പതക്കങ്ങളൊക്കെ ധരിച്ചവരും. പ്രവാള വൈഡൂര്യമൃണാള വർച്ചസ വൈഡൂര്യം മുതലായിട്ട് താമര മുതലായിട്ടുള്ളതിൻ്റെയൊക്കെ കാന്തി കലർന്നവരും കുണ്ടലങ്ങൾ ധരിച്ചവരും ആയിട്ടുള്ള ആളുകളുള്ള സ്ഥലമാണ് വൈകുണ്ഠം. വളരെ വ്യക്തമാണ് അർത്ഥം, വിശേഷിച്ചിങ്ങനെ വിവരിക്കാനൊന്നുമില്ല. കുണ്ടലധാരികൾ, രത്നത്തിനെ പോലെ ശോഭിക്കുന്നവർ, ചതുർബാഹു 4 കൈകളുള്ളവർ, നീലമേഘശ്യാമള നിറമുള്ളവർ, പ്രവാളം
പവിഴം മുതലായിട്ടുള്ള അവൻ്റെ ആഭരണങ്ങൾ, കുണ്ടലങ്ങൾ ഇതൊക്കെ ധരിച്ചവരും ഉണ്ട് ഈ വൈകുണ്ഠത്തിൽ. അതാണ് ബ്രഹ്മദേവൻ കണ്ടത്. രാജിഷ്ണുപരിയ പരിതോ വിരാജതേല തദ്വിമാനാബലിമഹാത്മനാം വിദ്യോതമാന പ്രമദോത്തമാദ്യുഭിസ്തവിദ്യുരപ്രാവലിഭിർ യഥാനഭ. രാജിഷ്ണുഭി ഏറ്റവും ശോഭിക്കുന്ന, മഹാത്മനാം മഹാത്മാക്കളുടെ, ലസത് വിമാനാബലിഭി ശോഭിക്കുന്ന വിമാനങ്ങളോട് കൂടിയതും. ധാരാളം വിമാനങ്ങൾ ഉണ്ടാവും വൈകുണ്ഠത്തിൽ. യാതൊന്ന് പരിത നാലു ഭാഗത്തും വിരാജത്തെ ശോഭിക്കുന്നു. പ്രകാശം ഉള്ളതായിരിക്കുന്ന വിമാനങ്ങൾ അങ്ങനെ ചുറ്റും ഉള്ളതും. പ്രമദോത്തമ അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. ലക്ഷ്മി ദേവിക്ക് സമാനമായ കാന്തി ഉള്ളവർ, മനോഹരികളായിട്ടുള്ള സ്ത്രീകൾ ധാരാളം അവിടെ ഉണ്ട്. ലക്ഷ്മി ദേവിയുടെ തോഴിമാർ തുല്യകാന്തിയുള്ളവരാണ് അവർ. അങ്ങനെയുള്ളവരാലും നിറഞ്ഞ വിദ്യോതമാന പ്രകാശിക്കുന്ന യാതൊന്ന്, യാതൊന്ന് സവിദ്യുത് അഭ്രാവലിഭി മിന്നൽ പോലെ മേഘനിരകളാൽ, ഇടിമിന്നൽ പോലെയുള്ളതായിരിക്കുന്ന മേഘങ്ങളുടെ നിര കൊണ്ട് ആകാശം പോലെ ശോഭിക്കുന്നു. ആകാശത്ത് എന്താ ഉണ്ടാവുക? മേഘങ്ങളും ഉണ്ടാവും, ഇടിമിന്നലും ഉണ്ടാവും ഇല്ലേ? ഇവിടെ അതേപോലെ ഈ സ്ത്രീകളുണ്ട്, മിന്നലിന പ്രകാശങ്ങളും ഉണ്ട്. ഇവിടെ ആഭരണങ്ങൾ ധരിച്ചു നിന്ന് മിന്നുന്നതാവാം, അവരുടെ തന്നെ ഒരു പ്രകാശമാവാം. അങ്ങനെയുള്ള മിന്നൽ പിണറുകളെ കൊണ്ട് ആകാശത്തെ പോലെ, ഇടിമിന്നലോടുകൂടി ശോഭിക്കുന്ന ആകാശം പോലെ നീലമേഘശ്യാമള സ്വരൂപത്തിലാണല്ലോ അവിടെ ഉള്ളവരൊക്കെ. ഇപ്പം മേഘം ആകാശത്ത് നീല നിറം ഉണ്ടാവും. മിന്നലോട് കൂടിയ ആകാശത്തെ പോലെ വൈകുണ്ഠം ശോഭിച്ചു. പ്രാജിഷ്ണുപരിതോ വിരാജതേ പ്രകാശിക്കുന്ന മഹാത്മാക്കളാണ് ഇവിടെ. ലസത് വിമാനാബലി മഹാത്മനാം വിമാനങ്ങളുണ്ട് ചുറ്റും, മഹാത്മാക്കളും ഉണ്ട് ചുറ്റും. ഇതൊക്കെ ചുറ്റുമുള്ളതാണ്. വിദ്യോതമാന പ്രമദോത്തമ സ്ത്രീകൾ, മനോഹരികളായിട്ട് സ്ത്രീകളാലും ആകാശം പോലെ മിന്നി തിളങ്ങുന്നതായിരുന്നു. സവിദ്യുതപ്രാവലിഭിർ യഥാനഭ. നഭ എന്ന് പറഞ്ഞാൽ ആകാശം. യഥാനഭ ആകാശം പോലെ, ആകാശം പോലെ. അഭ്രാവലി മേഘജാലങ്ങൾ, അഭ്രം മേഘം. സവിദ്യുതപ്രാവലിഭിർ ആകാശത്തെ പോലെ. യഥാനഭ, നഭ ആകാശം. ആകാശമായിട്ട് സാമ്യമുണ്ട്. ആകാശത്ത് നീലമേഘ നിറമുണ്ട്, വൈകുണ്ഠത്തിൽ നീല നിറമുള്ളവരുണ്ട്. ഒക്കെ നീലക്കാരോടെയൊക്കെ. പിന്നെയോ മിന്നലുണ്ട് ആകാശത്ത്. ഇവരുടെ ശരീരാഭരണങ്ങളിൽ നിന്ന് പോരുന്ന പ്രകാശങ്ങൾ ആഭരണങ്ങളുടെ മിന്നലും ആവാം. രണ്ടുകൊണ്ടും ഇടിമിന്നൽ പോലെ പ്രകാശിച്ചിരുന്നു. ശ്രീ എത്ര രൂപിണ്യുരുകായപാതയോ കരോതിമാനം ബഹുധാ വിഭൂതിഭി പ്രേംഗംശിതായ കുസുമാകരാനുഗൈ പിഗീയമാനാം പ്രിയകർമ്മഗായതി. നല്ല ശ്ലോകങ്ങളാണ് കേട്ടോ. എത്ര യാതൊന്നിൽ രൂപിണി അതിസൗന്ദര്യവതിയായ ശ്രീ മഹാലക്ഷ്മി. മഹാലക്ഷ്മിയുടെ അത്ര കാന്തി ആർക്കെങ്കിലും ഉണ്ടാവുമോ? മഹാലക്ഷ്മി എങ്ങനെയാണ് സ്ഥിതി ചെയ്തത്? ഒരു ഗായപാതയോ കീർത്തിക്കപ്പെടേണ്ട മഹാത്മ്യത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളിൽ സദാ സേവ ചെയ്തുകൊണ്ട് ഉണ്ണാണത്രയും മഹാലക്ഷ്മിക്ക് ഇത്രയധികം ഐശ്വര്യം ഉണ്ടായതെന്നാണ്. ഒരു ഗായപാതയോ വിഭൂതിഭി നാനാവിഭവങ്ങളെ കൊണ്ട് ബഹുപ്രകാരത്തിൽ പൂജ ചെയ്യുന്നു. എത്ര പൂജിച്ചിട്ടും മതിയാവണില്ല ലക്ഷ്മിക്ക്. പൂജിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ ഭക്തന്മാർ വന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടേ? എവിടുന്നാണ് കിട്ടണം? ഈ ഭഗവാന്റെ പാദങ്ങളെ സേവിച്ചിട്ടുണ്ടാക്കുക ആരും അറിയില്ല. ലക്ഷ്മിയുടെ ശക്തിയൊന്നുമല്ല ലക്ഷ്മിക്ക്, ഒക്കെ ഭഗവാനിൽ നിന്നിങ്ങനെ നേടുകയാണ്. അപ്പോൾ ഭക്തന്മാർ ചോദിക്കുമ്പോൾ കൊടുക്കും, അപ്പോൾ കുറയും, വീണ്ടും ഉണ്ടാക്കുക. എങ്ങനെയാണ്? ഭഗവാന്റെ പാദത്തെ സേവിച്ചിട്ട് ബഹുദാ മാനം കരോതി പൂജ ചെയ്യുന്നു. പ്രേംഘം ശ്രിത, പ്രേംഘം എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ എന്നുള്ള അർത്ഥം പ്രേംഘം. ആ ഊഞ്ഞാൽ ആടിക്കൊണ്ട് ശ്രീദേവി അവിടെയുണ്ട്. കുസുമാകര അനുഗേർ വസന്തഭൃത്യന്മാരാൽ ഉപഗീയമാന, പലരും ലക്ഷ്മിയെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പ്രകീർത്തിക്കപ്പെട്ടിട്ടും പ്രിയൻ്റെ കർമ്മത്തെ പാടുന്നവളായി ഇരിക്കുന്നു. തൻ്റെ ഭർത്താവായിരിക്കുന്ന ഭഗവാനെ പ്രകീർത്തിച്ചു കൊണ്ടാണ് ലക്ഷ്മി ദേവി സദാ സ്ഥിതി ചെയ്യുന്നത്. ധാരാളം തോഴന്മാരും തോഴിമാരും ഒക്കെ ഉണ്ട്.
അപ്പം അവരൊക്കെ ലക്ഷ്മി ദേവിയെ സദാ തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ അവദാനത്തെ ലക്ഷ്മി സ്തുതിക്കുന്നുണ്ട്. ലക്ഷ്മിയെ കൂടുതലുള്ളവർ സ്തുതിക്കുന്നു, ലക്ഷ്മിയോ ഭഗവാനെ തുതിക്കണു എന്നർത്ഥം. ശ്രീരത്ര ഉരുഗായൻ ഭഗവാൻ വിഷ്ണു. ഉരുഗായൻ, ഉരുഗായൻ എന്ന് പേര് വന്നത് പ്രകീർത്തിക്കപ്പെടേണ്ടവൻ. ആരെയെ കീർത്തിക്കുക? ഭഗവാനെ അല്ലാണ്ട് ആരെങ്കിലും കീർത്തിക്കാനുണ്ടോ? ഈ ലോകത്തിൽ ഭഗവാനെ മാത്രമേ ശരിക്കും കീർത്തിക്കാനുള്ളൂ എന്നാ. അപ്പോൾ ഉരുഗായൻ, കീർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള ഭഗവാന്റെ പാദയോ മാനം കരോതി. കരോതി മാനെന്ന മാനം കരോതി ഇങ്ങോട്ട് എടുക്കണ അർത്ഥം. ഏതൊരു ലക്ഷ്മിയാണോ ഭഗവത് പാദത്തെ സദാ പൂജ ചെയ്യുന്നത്, ബഹുദാ വിഭൂതിഭി, ബഹുരൂപങ്ങളായിട്ടുള്ള ഐശ്വര്യങ്ങളായിട്ടുള്ള പദാർത്ഥങ്ങളെ കൊണ്ട് പൂവാവാം, പഞ്ചോപചാരമാവാം, ധൂപദീപാദികളാവാം, എന്താ ചൊക്കെയാവാം, വിഭൂതിഭി. പിന്നെ ഊഞ്ഞാലിരുന്ന് ആടണമുണ്ട്. പ്രേംഗംശിതായ കുസുമാകരാനുഗൈ വിഗീയമാന പ്രിയകർമ്മഗായതി. ലക്ഷ്മി ദേവിയെ കീർത്തിച്ചു കൊണ്ട് കുറേ ആൾക്കാർ. ആ ലക്ഷ്മി ദേവിയോ ഭഗവാന്റെ അവദാനങ്ങളെ കീർത്തിച്ചു കൊണ്ടും ഇരിക്കുന്നു. ഉരുഗായപാതയോ, നാനായുഭങ്ങളെ കൊണ്ട് ബഹുപ്രകാരത്തിൽ ഭഗവാനെ പൂജിച്ചുകൊണ്ട് ആ ശ്രീദേവി ഭൃത്യന്മാരാൽ സേവിക്കപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മിയാവട്ടെ മഹാവിഷ്ണുവിനെ സദാ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വൈകുണ്ഠത്തെ വർണ്ണിക്കണം. ദദർശ ക്രിയ, അവിടെ ബ്രഹ്മദേവൻ കണ്ടു. ദദർശ തത്രാഖില സത്വതാം പതിം ശ്രിയപതിം യജ്ഞപതിം ജഗത്പതിം. എല്ലാറ്റിൻ്റെയും പതിയാണ് ഭഗവാൻ. ഭഗവാന്റെ അപ്പുറത്ത് ആരുമില്ല, എല്ലാറ്റിൻ്റെയും മീതെ ടോപ്പിലാണ് ഭഗവാൻ. സത്വതാമ്പതിം, സത്തുക്കളുടെ പതിയാവുക. ശ്രീയപ്പതി, ലക്ഷ്മി ദേവിയുടെ പതിയാവുക. സ്ഥാനമൊക്കെ വേറെ ആർക്കെങ്കിലും കിട്ടുമോ ലോകത്തിൽ? ശ്രീയപ്പതിം യജ്ഞപതിം, യജ്ഞത്തിൻ്റെ പതി. യജ്ഞമൊക്കെ ആരെ ഉദ്ദേശിച്ചാൽ നടത്തണം? ഭഗവാനെ ഉദ്ദേശിച്ചിട്ടല്ലേ. അതാണ് യജ്ഞപതിം ജഗത്പതി, ലോകത്തിൻ്റെ മുഴുവൻ പതിയായിട്ടുള്ള ഭഗവാനെ ബ്രഹ്മദേവൻ കണ്ടു. കാണേണ്ടതെന്തോ അത് കണ്ടു, ഇനിയൊന്നും കാണാനില്ല. ദദർശതത്രാഖിലത തദം പതിം ശ്രിയപതിം യജ്ഞപതിം ജഗത്പതിം. ഈ ആ വിഷ്ണുവിനെ വർണ്ണിക്കണു. സുനന്ദനന്ദ പ്രബലാർഗണാദിഭിസ്തഭാഷതമുഖ്യൈ പരിസേവിതം വിഭും. ശ്ലോകങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. ഭാഗവതത്തിനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആനന്ദം. നല്ല വൃത്തങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ഓരോ സന്ദർഭത്തിനനുസരിച്ചിട്ടേ. സുനന്ദനന്ദ പ്രബലാർഗണാദിഭിസ്തഭാഷതമുഖ്യൈ പരിസേവിതം വിഭും. തൻ്റെ പാർഷദന്മാരാൽ സ്തുതിക്കപ്പെട്ട്. അതാരൊക്കെ? സുനന്ദനും നന്ദനും. വിഷ്ണു പാർഷദന്മാരിൽ പ്രധാനിയാണ് ഒന്ന് സുനന്ദൻ, പിന്നെ ഒന്ന് നന്ദൻ. ഇവരാൽ പ്രബലാർഹണാദിഭി, മനോഹരമായിട്ടുള്ള പൂജകളാൽ പാർഷദന്മാർ സ്വപാർഷദമുഖ്യൈ പരിസേവിതം വിഭും. സുനന്ദൻ നന്ദൻ മുതലായിട്ടുള്ള അപാര മാഹാത്മ്യമുള്ള കേമന്മാരായിട്ടുള്ള മഹാത്മാക്കളാൽ സദാ പൂജിക്കപ്പെട്ട് തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശ്രീയപ്പതിം യജ്ഞപതിം ജഗത്പതിം, ക്ഷീടപതി യജ്ഞപതി ജഗത്പതി ആയിട്ടുള്ള സത്തുക്കളുടെ പതിയായിരിക്കുന്ന ഭഗവാനെ ബ്രഹ്മദേവൻ തപസ്സുകൊണ്ട് കണ്ടു. ഓടി നടന്നിട്ടല്ല, തപസ്സുകൊണ്ട് കണ്ടു. ഭൃത്യപ്രസാദാഭിമുഖം നൃഗാസവം പ്രസന്നഹാസാരുണലോചനാനനം കിരീടിനം കുണ്ടലിനം ചതുർഭുജം പീതാംബരം വക്ഷസിലക്ഷിതം ശ്രിയാ. വിവരണ ആവശ്യമില്ല അവിടെ, വ്യക്തല്ലേ. ഭൃത്യപ്രസാദാഭിമുഖം നൃഗാസവം, ഭൃത്യന്മാരുടെ നേരെ പ്രസാദിച്ച മുഖത്തോടു കൂടിയ, മന്ദഹാസത്തോടു കൂടിയ നൃഗാസവം, അവർക്ക് കണ്ണിന് ഏറ്റവും ആനന്ദം കൊടുക്കുന്ന ആസവം, കണ്ണിന് ആനന്ദത്തെ കൊടുക്കുന്നത്. ഭൃത്യന്മാർക്ക് ആനന്ദദായിയായിട്ടുള്ള ഭഗവാനെയാണ് അവർ കണ്ടത്. പിന്നെ ഭഗവാന്റെ പ്രത്യേകത എന്താ? പ്രസന്നഹാസാരുണ ലോചനാനനം, പുഞ്ചിരി തൂകിയിട്ടുള്ള മുഖമുണ്ട്, മനോഹരമായിട്ടുള്ള താമരപ്പൂൻ്റെ അതുപോലെയുള്ള കണ്ണുകൾ, പ്രസന്നമായിട്ടുള്ളത്, സന്തോഷം എപ്പോഴും തുളുമ്പുന്ന, മൗഢ്യമൊട്ടും ഇല്ലാത്തതായ പ്രസന്നഹാസാരുണലോചനാനനം. അരുണം ചുവപ്പ്, ചുവന്ന കണ്ണുകളോടുകൂടി. ചെറിയൊരു കണ്ണ് ചുവപ്പ് നിറം ഉണ്ടാവും അത്രേ. നല്ല കണ്ണാച്ചാൽ രക്തപ്രസാദം ഉണ്ടാവുകൊണ്ടാണത്, അല്ലെങ്കിൽ വിളറിയതാണ് എന്നാ കണ്ണ് പറയുക. ഡോക്ടർമാർ കണ്ണൊക്കെ പിടിച്ചിങ്ങനെ നോക്കിയാൽ ബ്ലഡ് കുറവുണ്ടല്ലോ പറയും ഇല്ലേ? എന്താ കാരണം? അതിലാകെ വെള്ള നിറമായാൽ ലേശൊരു ചുവപ്പ്. അത് തുടുക്കണം എന്നല്ല കേട്ടോ, തുടുത്ത കണ്ണല്ല, അത് വേറെ ചില സമയത്തൊക്കെ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞില്ല, ചെറുതായിട്ടൊരു അരുണിമ നല്ല കണ്ണിലുണ്ടാവും എന്നാണ്. അത്ര ആരോഗ്യപരമായ കണ്ണിൽ ലക്ഷണം. ചെറുതായിട്ട് ഒരു ചുവപ്പിൻ്റെ ഒരു അംശം. അരുണലോചനാനനം, ചെറുതായ ചുവപ്പ് കലർന്ന കണ്ണുകൾ ഓടുകൂടിയ ആനനം,
മുഖത്തോടു കൂടിയും കിരീടം കുണ്ടലം 4 കൈകളുണ്ട്. അങ്ങനെയുള്ള പീതാംബരത്തോടു കൂടിയ വക്ഷശീശ്രിയം മാറിൻ്റെ ഭാഗത്ത് ലക്ഷ്മി ഭഗവതിയോട് കൂടിയ ആ വിഷ്ണുവിനെ കണ്ടു. അദ്യർഗണീയാസനമത്തിദം പരം മൃതം ചതുഷോഡശ പഞ്ചശക്തിഭി യുക്തം ഭഗേസ്തേരിതരത്ര ചാത്രുവേ സഹേവതാമൻ രമമാണമീശ്വരം. എല്ലാ സത്തുക്കളുടെയും പതിയായിരിക്കുന്ന ശ്രീ ലക്ഷ്മീപതിയെ, യജ്ഞങ്ങളുടെ ബലം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനെ അവർ കണ്ടു. ബ്രഹ്മാവ് കണ്ടു. ജഗത്പതി, ലോകങ്ങളുടെ നാഥനും സുനന്ദൻ, നന്ദൻ മുതലായിട്ട് ഒരാൾ സ്തുതിക്കപ്പെടുന്നതൊക്കെ അങ്ങനെ വർണ്ണിച്ചു കൊണ്ടുപോവാണ്. ദൃഗ ശിയപ്പതി ലക്ഷിതം അത്യർഗണീയാസനമാർത്തിതം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠനും 4, 16, 5 ശക്തികളാൽ 4 കൈകളെ കൊണ്ട് ശോഭിക്കുന്നവനും പീതാംബരത്തെ ധരിച്ചവനും ആനന്ദത്തിൽ രമിക്കുന്നവനും ഈശ്വരനെ ഈശ്വരനെ ബ്രഹ്മാവ് കണ്ടു. ശബ്ദം, സ്പർശൻ, രൂപൻ, രസം, ഗന്ധം എന്നീ സൂക്ഷ്മഭൂതങ്ങളെ തന്മാത്ര ശക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. അതാണ് ഇവിടെ എന്ത് പറഞ്ഞത്? ഷോഡശ പഞ്ചശക്തിഭി എന്ന് പറഞ്ഞത്. 11 ഇന്ദ്രിയങ്ങളും ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും പഞ്ചഭൂതങ്ങളും തത്വങ്ങളെ പ്രതിപാദിച്ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ചതുഷോഡശ പഞ്ചശക്തിഭി, പഞ്ചശക്തിഭി, പഞ്ചഭൂതങ്ങൾ, 10 ഇന്ദ്രിയങ്ങൾ, പിന്നെ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ. ചതുന്നുണ്ട് ബുദ്ധി, മനസ്സ്, ചിത്തം, അഹങ്കാരം. 4 തത്വമൂർത്തികളുടെ 14 തത്വങ്ങളെ ഇവിടെ ഒന്നിച്ചു കൊടുത്തിരിക്കുകയാണ്. ചതുഷോഡശ പഞ്ചശക്തിഭി യുക്തം ഭഗൈ ഇതരത്ര ചാകൃവേദാമൻ രമമാണമീശ്വരം. അങ്ങനെയെല്ലാം ഇരിക്കുന്നതായിട്ടുള്ള വിഷ്ണു ഭഗവാനെ ബ്രഹ്മദേവൻ തപസ്സുകൊണ്ട് സാക്ഷാത്കരിച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാം ധ്യാത്മനാവാം ഹൃദയസ്വഭാവാൻ കരോതി യത്യർത്ഥകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.